15ാം കേരള നിയമസഭയുടെ 14ാമത് സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ, മുൻ സ്പീക്കർ പി തങ്കച്ചൻ, പീരുമേട് എം.എൽ.എ. വാഴൂർ സോമൻ എന്നിവർക്ക് അനുശോചനം അർപ്പിക്കുന്നതിനാണ് 14ാമത് സമ്മേളനത്തിന്റെ ആദ്യ ദിവസം നീക്കിവെച്ചത്. സ്പീക്കർ എ.എൻ. ഷംസീർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എന്നിവർ വിടപറഞ്ഞ നേതാക്കൾക്ക് ആദരവ് അർപ്പിച്ചു. സാധാരണക്കാർക്ക് വിപ്ലവകാരിയുടെയും പോരാളിയുടെയും പ്രതിരൂപമായിരുന്നു വി.എസ്. അച്യുതാനന്ദനെന്ന് സ്പീക്കർ എ.എൻ. ഷംസീർ അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. വി.എസിന്റെ വിയോഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്നും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വരും തലമുറയ്ക്ക് പ്രചോദനമാകുമെന്നും സ്പീക്കർ വ്യക്തമാക്കി. വി.എസ്. എന്ന സംജ്ഞയിലൂടെ ഒരു ഇടതുപക്ഷ എന്നതിലുപരിയായി സാധാരണക്കാർ ഒരു വിപ്ലവകാരിയുടെയും പോരാളിയുടെയും പ്രതിരൂപമായിരുന്നു ദർശിച്ചിരുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഉറച്ച വിശ്വാസവും ശക്തമായ സ്ത്രീപക്ഷ നിലപാടും അഴിമതിക്കെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആത്മാർത്ഥതയും അദ്ദേഹത്തെ ജനങ്ങളുടെ പ്രിയങ്കരനാക്കി മാറ്റി. തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ ജനകീയ നേതാവായിരുന്നു വാഴൂർ സോമനെന്ന് സ്പീക്കർ എ.എൻ. ഷംസീർ വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ നിര്യാണം കേരള രാഷ്ട്രീയത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും വലിയ നഷ്ടമാണെന്നും സ്പീക്കർ ചൂണ്ടിക്കാട്ടി. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചും തൊഴിലാളി വർഗത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചും പോരാടിയ ഒരു ജനകീയ നേതാവിനാണ് നമുക്ക് നഷ്ടമായത്. അദ്ദേഹത്തിന്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടമാണ്. മുൻ സ്പീക്കർ പി തങ്കച്ചന്റെ വിയോഗത്തോടെ കേരള രാഷ്ട്രീയത്തിന് നഷ്ടമായത് പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ള നേതാവിനെയാണെന്ന് സ്പീക്കർ അറിയിച്ചു. പി തങ്കച്ചന്റെ വിയോഗത്തോടെ കേരള രാഷ്ട്രീയത്തിൽ നഷ്ടമാകുന്നത് പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ള ഒരു തലമുതിർന്ന നേതാവിനെയാണ്. സ്പീക്കർ എന്നില്ല അദ്ദേഹത്തിന്റെ നിഷ്പക്ഷതയും ജനകീയതയും പൊതുജനങ്ങളുടെ ലളിതമായ ഇടപെടലുകളും എന്നും ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മുന്നേറ്റ ചരിത്രത്തിലെ ഒരു അധ്യായത്തിനാണ് വി.എസ്. അച്യുതാനന്ദന്റെ മരണത്തോടെ തിരശ്ശീല വീണതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദേശീയ പ്രസ്ഥാനങ്ങളുടെയും പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും പ്രാരംഭഘട്ടത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിച്ചിരുന്ന കണ്ണികൂടിയായിരുന്നു വി.എസ്. എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മുന്നേറ്റ ചരിത്രത്തിലെ ഒരു അധ്യായത്തിനാണ് വി.എസിന്റെ മരണത്തോടെ തിരശ്ശീല വീണിരിക്കുന്നത്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച പ്രത്യയശാസ്ത്രവും അതിൻ്റെ പൂർത്തീകരണത്തിനായി അദ്ദേഹം നടത്തിയ ഇടപെടലുകളും കാലാതിവർത്തിയായി നിലകൊള്ളും, തലമുറകൾക്ക് പ്രചോദനവുമാകും. ഒരു പൊതുപ്രവർത്തകൻ എന്നതിലുപരി കേരള ചരിത്രത്തിലെ പല സുപ്രധാന ഏടുകളെയും വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണികൂടിയായിരുന്നു സഖാവ് വി.എസ്. സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തെ, നവോത്ഥാന മുന്നേറ്റങ്ങളുടെ കാലഘട്ടത്തെ, പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രാരംഭഘട്ടത്തെ എല്ലാം വർത്തമാനകാലവുമായി ബന്ധിപ്പിച്ചിരുന്ന വി.എസ്. എന്ന കണ്ണി അറ്റുപോയിരിക്കുകയാണ്. അത് കേരള സമൂഹത്തിനാകെയും പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വിശേഷിച്ചും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ചതിന് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന നേതാവായിരുന്നു വാഴൂർ സോമനെന്ന് മുഖ്യമന്ത്രി ഓർത്തെടുത്തു. നിയമസഭയ്ക്ക് അകത്തും പുറത്തും തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൊഴിലാളികളെ സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ശ്രീ വാഴൂർ സോമൻ. അത്തരത്തിൽ ആർജിച്ച ട്രേഡ് യൂണിയൻ പ്രവർത്തന പാരമ്പര്യം അദ്ദേഹത്തിലെ പൊതുപ്രവർത്തകനെ കൂടുതൽ വിളക്കിയെടുത്തു. അതിൻ്റെ പ്രതിഫലനമായിരുന്നു ഇക്കഴിഞ്ഞ 4 വർഷക്കാലത്തിലധികം ഈ സഭക്കകത്ത് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ. സഭക്കകത്തും പുറത്തും തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഒരുപോലെ ഏറ്റെടുത്തു. അത്തരത്തിൽ കർമ്മനിരതനായിരിക്കെയാണ് അപ്രതീക്ഷിതമായി മരണം അദ്ദേഹത്തെ കവർന്നെടുത്തത്. ആധുനിക കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന് ഒപ്പം സഞ്ചരിച്ച പൊതുപ്രവർത്തന ജീവിതമായിരുന്നു മുൻ സ്പീക്കർ പി തങ്കച്ചന്റേതെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം പൊതുപ്രവർത്തകർക്ക് ആകെ ഉദാഹരണമാക്കാവുന്നതാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സൗമ്യതയും സമന്വയവും ജീവിതാദർശമായി ഉയർത്തിപ്പിടിച്ച ശ്രീ പി തങ്കച്ചൻ്റെ നിര്യാണത്തോടെ ആധുനിക കേരളത്തിൻ്റെ
രാഷ്ട്രീയ വികാസ പരിണാമങ്ങൾക്കൊപ്പം സഞ്ചരിച്ച ഒരധ്യായം അവസാനിച്ചിരിക്കുകയാണ്. ശ്രീ പി പി തങ്കച്ചൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി എന്നും നിലകൊണ്ട നേതാവായിരുന്നു VS അച്യുതാനന്ദനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേരളം എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു സമുന്നതനായ നേതാവാണ് VS എന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ഭൂമി പ്രശ്നങ്ങളിൽ, പിന്നോക്ക ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ വിഷയങ്ങളിൽ എല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത ചില അഭിപ്രായങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തെ കേരളത്തിൽ വളരെ വ്യത്യസ്തനായൊരു രാഷ്ട്രീയ നേതാവാക്കി മാറ്റിയത്. ഇടുക്കി ജില്ലയിലെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ മുൻനിരയിൽ നിന്നിരുന്ന ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്നു വാഴൂർ സോമനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. താൻ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കൈക്കൊണ്ടയാളായിരുന്നു അദ്ദേഹമെന്നും പ്രതിപക്ഷ നേതാവ് അനുസ്മരിച്ചു. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ മുൻനിരയിൽ നിന്നിരുന്ന ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളായിട്ടാണ് അദ്ദേഹത്തെ നമ്മളെല്ലാവരും എപ്പോഴും കണക്കാക്കുന്നത്. ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിനിടയിൽ ക്രൂരമായ 70കളിൽ ക്രൂരമായ ആക്രമണത്തിന് വിധേയനായി മരണത്തിന് അടുത്തെത്തിയ ഒരാളായിരുന്നു ശ്രീ വാഴൂർ സോമൻ. വഹിച്ച സ്ഥാനങ്ങളോടെല്ലാം പൂർണ്ണമായും നീതി പുലർത്തിയ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ നേതാവായിരുന്നു PP തങ്കച്ചനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കൃഷിവകുപ്പ് ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ ആ കൃഷിവകുപ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ കൃഷിവകുപ്പ് മന്ത്രിയായിരുന്നു. ഇരുന്ന സ്ഥാനങ്ങളോടെല്ലാം പൂർണ്ണമായി നീതി പുലർത്തി താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ ഒരു കറുത്ത പുള്ളി പോലും വീഴാതെ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മടങ്ങിപ്പോവുകയാണ് തങ്കച്ചൻ സാർ ചെയ്യുന്നത്. മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, KB ഗണേഷ് കുമാർ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരും സഭയിലെ മറ്റ് കക്ഷി നേതാക്കളും ചരമോപചാരം അർപ്പിച്ച് സംസാരിച്ചു. ബഹുമാനായ ശ്രീ VS അച്യുതാനന്ദൻ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയായി നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. സമരങ്ങളിലൂടെ വളർന്ന് പ്രതിസന്ധികളിൽ കലഹിച്ച് ജനങ്ങളോടൊപ്പം നിന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു VS. ശ്രീ വാഴൂർ സോമൻ പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തകനായിരുന്നു. ഈ സഭയുടെ അംഗമായിരുന്നു. കർമ്മനിരതനായ പ്രവർത്തകൻ. എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയത്തിലൂടെ വളർന്ന് തൻ്റെ ജീവിതം ആരംഭിച്ച വാഴൂരിൽ നിന്നും ഇടുക്കിയിലെ പീരിമേട്ടിലേക്ക് പറിച്ചു നട്ട് CPIയുടെ പ്രവർത്തനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതവും അവസാനം കേരള നിയമസഭയിൽ അദ്ദേഹം എത്തിയതും എല്ലാം ഒരു ചരിത്രം തന്നെയാണ്. ഈ സഭയുടെ നാഥനായി അതോടൊപ്പം മന്ത്രിയായി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ഓരോ കക്ഷി നേതാക്കന്മാരും ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. കൃഷിമന്ത്രി എന്ന നിലയിൽ കാർഷിക മേഖലയോട് അദ്ദേഹം കാണിച്ച അനുഭാവപൂർവമായ നീക്കങ്ങൾ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയുന്ന ഒന്നല്ല. ശ്രീ VS അച്യുതാനന്ദൻ കേരളത്തിലെ ജനങ്ങൾ സ്നേഹത്തോടെ VS എന്ന് വിളിച്ചിരുന്ന കയർ തൊഴിലാളികൾക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ അനുഭവിച്ചും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തും പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്തും ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന് ഏതാണ്ട് 101 വർഷക്കാലം വളരെ ചെറുപ്പം മുതൽ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരു നേതാവായിരുന്നു ശ്രീ വാഴൂർ സോമൻ. നമ്മളോടൊപ്പം ഈ സഭയിൽ പ്രവർത്തിച്ച ഒരു നല്ല വ്യക്തിത്വം, വളരെ ലാളിത്യമുള്ള, ഈ പറഞ്ഞതുപോലെ തൊഴിലാളികൾക്ക് വേണ്ടി ജീവിതം വാഴൂരിൽ ജനിച്ചെങ്കിലും കിഴക്കൻ മലയോര മേഖലകളിൽ കടന്നു ചെന്ന് തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനും അവരുടെ കണ്ണീരൊപ്പുന്നതിനും അവർക്ക് വേണ്ടി പോരാടുന്നതിനും അശ്രാന്തം പരിശ്രമിച്ചൊരു വ്യക്തിത്വമാണ് ബഹുമാനായ PP തങ്കച്ചൻ ചേട്ടൻ. ഞാൻ തങ്കച്ചൻ ചേട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. കാരണം അനേക വർഷം അദ്ദേഹവുമായി UDF കൺവീനറായി ഇരിക്കുമ്പോൾ അദ്ദേഹമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഈ തോമസ് ചാണ്ടി പറഞ്ഞ പോലെ വളരെ ഏത് വിഷയത്തിലും വലിയ ഒരു ഭാവവ്യത്യാസമില്ലാതെ അതിനെ കൈകാര്യം ചെയ്യും. എത്ര സീരിയസ് ആയിട്ടുള്ള വിഷയമുണ്ടെങ്കിലും അദ്ദേഹം ഒരു ചിരിച്ച ഒരു സ്മൈലിംഗ് ഫേസോടുകൂടി അതിനെ കൈകാര്യം ചെയ്യും. VS എന്ന ദ്വയാക്ഷരത്തിലൂടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭരണ രംഗത്ത് നിറശോഭയോടെ തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമാണ്. അസമത്വങ്ങൾക്കും അനീതിക്കും എതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഒരു ചരിത്രം. അദ്ദേഹത്തിൻ്റെ നിയമസഭാ സാമാജിക നിലക്കുള്ള വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പുതിയ തലമുറക്കും സ്വീകരിക്കില്ല. അത്രയേറെ ലാളിത്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സൗമനസ്യത്തിൻ്റെ ഒരു പ്രതീകമായി ജനങ്ങളെയും സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യ സ്നേഹിയായ ഒരു നേതാവ് നിലക്കാണ്
വാഴൂർ സോമൻ എന്ന് പറയുന്ന നമ്മുടെ ഈ സഭയിലെ അംഗത്തിൻ്റെ ദേഹോയോഗം ആ ഓർമ്മയ്ക്ക് മുമ്പിലും ഞാൻ പ്രണമിക്കുകയാണ്. PP തങ്കച്ചൻ അദ്ദേഹം മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹവുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അവിഭക്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാര്യത്തുള്ളതാണ്. അതിനുശേഷമുള്ള ഗതിവിധികളിൽ പല നിലപാടുകളിലേക്ക് ഒഴുകിപ്പോയി എന്ന് മാത്രം. ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരിക്കുന്ന കാലത്താണ് അദ്ദേഹവുമായി ബന്ധപ്പെടാൻ എറണാകുളത്തെ ആസ്ഥാന ഭൂമിയിൽ വെച്ച് സാധിക്കുന്നത്. നടപടികൾ പൂർത്തിയാക്കി രാവിലെ 10:40 സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നിയമനിർമ്മാണം അടക്കമുള്ള നടപടിക്രമങ്ങൾക്കായി സഭ നാളെ വീണ്ടും ചേരും.